وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസി സുഹൃത്തുക്കളെ, എന്താണ് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെ ഏറെ ആവേശത്തോടു കൂടി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 10 കഴിഞ്ഞ് രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യത്തിലുണ്ടായിരുന്ന അതേ ആവേശം ഇപ്പോഴും നമുക്കുണ്ടോ എന്നത് വളരെ ഗൗരവത്തോടു കൂടി നാം സ്വന്തം നഫ്സിനോട് ചോദിക്കേണ്ടതാണ്. പല ആളുകൾക്കും ആദ്യത്തെ 10ലുണ്ടാവുന്ന ആവേശം രണ്ടാമത്തെ 10ലുണ്ടാവാറില്ല. പിന്നെ ആദ്യത്തെ ആവേശം തിരിച്ചു വരണമെങ്കിൽ റമളാൻ 25 കഴിഞ്ഞ് ഇത് സക്കറാത്തിന്റെ ഹാലിലാവണം. ആ രൂപത്തിൽ അലസന്മാരായി നാം മാറരുത് എന്നർത്ഥം. പ്രവാചകൻ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നന്മകൾക്കുമുള്ള അവസരമായി പഠിപ്പിക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാ നന്മകൾക്കുള്ള അവസരം എന്ന് പറയുമ്പോൾ തിന്മകളുടെ നെഗറ്റീവെല്ലാം, തിന്മകളുടെ എല്ലാ വാതായനങ്ങളും അള്ളാഹു കൊട്ടിയടക്കപ്പെട്ട മാസം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഉല്ലിക്കത്തി ശയാത്തീൻ, പിശാചുക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചങ്ങലക്കിട്ട മാസം. ഈ ഒരു സന്ദർഭത്തിൽ പലപ്പോഴും പല ആൾക്കാരോടും എന്തിനാടാ അത് തെറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, എന്തിനാ അത് ചെയ്തത് എന്ന് ചോദിച്ചാൽ പല ആൾക്കാരും റമളാൻ അല്ലാത്ത മാസത്തിൽ അല്ലെങ്കിൽ പൊതുവായി പറയാറുള്ളൊരു ന്യായീകരണം എന്നെ കൊണ്ട് ശൈത്താൻ ചെയ്യിപ്പിച്ചതാണ്, പിശാച് ചെയ്യിപ്പിച്ചതാണ്. ചെയ്തവനാണെങ്കിലും തെറ്റ് ശൈത്താന്റെ ക്രെഡിറ്റിലേക്കും. റമളാനിൽ ആരെങ്കിലും വല്ല തെറ്റും ചെയ്താൽ അത് ശൈത്താന്റെ ക്രെഡിറ്റിക്ക് കൊടുക്കേണ്ടെന്നർത്ഥം, സ്വന്തം ക്രെഡിറ്റിൽ സൂക്ഷിച്ചോളണം. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞതായി റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഉല്ലിക്കത്തി ശയാത്തിൻ, പിശാചുക്കളെ മുഴുവനും അള്ളാഹു ചങ്ങല കെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം തെറ്റും ചെയ്താൽ അത് നിങ്ങൾ സ്വന്തം ചെയ്തതാണ് എന്ന് റമളാനിലെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ അംഗീകരിക്കണം എന്നർത്ഥം. അത് നിങ്ങളെ ക്രെഡിറ്റിൽ സൂക്ഷിച്ചോളണം. ഈ റമളാനിൽ പോലും ചില ആൾക്കാരെ കളി കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും അള്ളാഹ് ചങ്ങലക്കിടാൻ മറന്നുപോയ ശൈത്താൻ വല്ലതുമാണോ എന്ന്. ആ രൂപത്തിൽ അധപ്പതിച്ച വിശ്വാസികളായി നാം മാറരുത്, ഹതഭാഗ്യവാന്മാരായി നാം മാറരുത്. ഏറെ സുന്ദരമായി ഈ ദിനരാത്രങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹാരഥന്മാരെല്ലാം ഏറെ സുന്ദരമായ രൂപത്തിൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ശക്തമായി ഭദ്രമായി ചേർന്ന് നിന്ന നമ്മുടെ പൂർവികരുടെ സുന്ദരമാക്കപ്പെട്ട ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്ര താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അവരുടെ ജീവിതം മുഴുവനും നമ്മുടെ റമളാനിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേക ആർട്ടിഫിഷ്യൽ തഖ്വയല്ല. പല ആൾക്കാരും ഇങ്ങനെ കരുതി വെച്ചതാണ് അല്ലേ. ചില ആൾക്കാരൊക്കെ ശണ്ട കൂടാൻ വന്നപ്പോൾ നമ്മുടെ നാവിന്റെ തുമ്പത്തുണ്ട്, റമളാൻ ആയതുകൊണ്ട് പിടിച്ചു വെച്ചതാ. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് റമളാൻ കഴിയട്ടെ, ബാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞ ആൾക്കാർ പോലും റമളാൻ കഴിയാൻ കാത്തു നിൽക്കായിരിക്കും പല കണക്കുകളും തീർക്കാൻ. എന്നാൽ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ജീവിതം മുഴുവനും അവർ പ്രവാചകന്റെ കൂടെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി സമർപ്പിച്ചവരായിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾ വായിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കുടുംബത്തിന്റെ ചരിത്രം ഉമ്മു അമ്മാറ നസീബ ബിൻത്ത് കഅബ് അല്ലെങ്കിൽ നുസൈബ ബിൻത്ത് കഅബ് എന്ന ചരിത്രത്തിൽ പ്രസിദ്ധയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിക ചരിത്രത്തിൽ വിശാലമായ രൂപത്തിൽ ഈ ഉമ്മയുടെ ചരിത്രം നമ്മൾ വായിക്കും. ഉമ്മു അമ്മാറയുടെ ഭർത്താവിന്റെ പേര് സയ്യിദ് ഇബ്നു ആസിം. 2 മക്കളാണുള്ളത്.
അബ്ദുല്ലാഹിബിൻ സെയ്ദ്, അതുപോലെ തന്നെ ഹബീബ് ബിൻ സെയ്ദ്. പ്രവാചകന്റെ കൂടെ എല്ലാ സന്ദർഭത്തിലും ഉണ്ടായിരുന്ന ശ്രേഷ്ഠമായൊരു കുടുംബം ബനു നജ്ജാർ ഗോത്രക്കാരിയാണ്. അതാ റസൂലുള്ളാന്റെ കുടുംബത്തിൽ തന്നെ വിശാലമായ കുടുംബ പരമ്പര പരിശോധിക്കുമ്പോൾ റസൂലുള്ളാന്റെ ഒരു വല്യാപ്പ മദീനത്ത് നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. ബനു നജ്ജാർ ഗോത്രത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ടതാണ് ഉമ്മു അമ്മാറ നസീബ ബിൻത് കഅബ്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബ വനിതയെ ഇസ്ലാമിക ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ അത് ഉമ്മു അമ്മാറ നസീബ ബിൻത് കഅബാണ്. എല്ലാ സന്ദർഭത്തിലും ഹുദൈബിയ സന്ധിയിലടക്കം പ്രവാചകൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട മുസ്ലിം സമുദായം മുഴുവനും പ്രയാസം അനുഭവിച്ച ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഖുർആൻ പറഞ്ഞല്ലോ സൂറത്ത് ഫതഹിൽ, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊന തഹ്ത ശജറ, ആ മരത്തിന് താഴെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം അല്ലാഹു പ്രത്യേകം തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്, അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണ് എന്ന് റസൂലുള്ള എടുത്തു പറഞ്ഞ ആ സംഘത്തിൽ ഈ ഉമ്മയും കുട്ടികളും ഉണ്ട്, ഭർത്താവടക്കം. മാത്രമല്ല, മദീനത്ത് നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യമായി മദീനത്ത് നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നത് മഹാനായ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം മദീനയിൽ നിന്ന്, അഥവാ അന്നത്തെ യസ്രിബിൽ നിന്ന്, റസൂലുള്ളാഹ് മദീനത്തേക്ക് എത്തുന്നതോട് കൂടിയിട്ടാണ് മദീനയായി മാറുന്നത്. പഴയ യസ്രിബിൽ നിന്ന് അസ്അദ് ബിൻ സുറാറയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും തമ്മിൽ ഒരു വാക്കേറ്റുണ്ടായി, വഴക്കുണ്ടായി. അങ്ങനെ ഇവർ രണ്ടുപേരും മക്കത്തേക്ക് വരികയാണ്. മക്കത്തേക്ക് വരുന്നത് അന്ന് മക്കയിൽ അറേബ്യൻ ജസീറത്തുൽ അറബിൽ, അറേബ്യൻ ഉപഖണ്ഡത്തിൽ പ്രസിദ്ധനായ ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന അറേബ്യൻ തറവാട്ടിലെ സാഹിത്യ കുലപതിയായ പണ്ഡിതനായ വളരെ പ്രശസ്തനായ ഉത്തുബയെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, മധ്യസ്ഥതയ്ക്ക് വേണ്ടി. അങ്ങനെ ഉത്തുബയെ കാണാൻ വേണ്ടി മക്കത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്താണ് റസൂലുള്ളാഹിനെ ഇവർ ഇന്നത്തെ നമ്മളെ അഖബ ഉടമ്പടി അല്ലെങ്കിൽ ജംറകളൊക്കെ ഉള്ള ഭാഗത്ത് നിന്ന് റസൂലുള്ളാഹിനെ കാണുകയാണ്. മുഹമ്മദ് നബി അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. പ്രവാചകന്റെ സുന്ദരമായ സംസാരം കേട്ട് അവർക്ക് ഇസ്ലാമിൽ തൽപരരായി. ആ സന്ദർഭത്തിൽ തന്നെ അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ്. പ്രശ്നവുമായി വന്ന ആ രണ്ടാളുകൾ റസൂലുള്ളാഹിന്റെ വായിൽ നിന്ന് ദീൻ കേട്ടതോടുകൂടി അവരുടെ പ്രശ്നം അവിടെ അവസാനിച്ചെന്ന് മാത്രമല്ല, അവർ ദീൻ സ്വീകരിച്ചു തിരിച്ച് മദീനയിലേക്ക് പോയി. മക്കയിൽ നിന്ന് താൻ കേട്ട സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് മദീനത്ത് പോയി സംസാരിച്ചു. പ്രത്യേകിച്ചും തന്റെ കുടുംബമായ ബനു നജ്ജാർ ഗോത്രത്തിൽ സംസാരിച്ചു. അങ്ങനെ 17ഓളം വരുന്ന ആളുകൾ, പല റിപ്പോർട്ടുകൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കും, 17ഓളം വരുന്ന ആളുകൾ ഈ അസ്അദ് ബിൻ സുറാറയുടെ സന്ദേശം സ്വീകരിക്കാൻ, അഥവാ ഇസ്ലാം സ്വീകരിക്കാൻ. ഈ 17ഓളം വരുന്ന സംഘമാണ് ആദ്യമായി മദീനത്ത് നിന്ന് പിന്നീട് മക്കത്തേക്ക് വരുന്നത്. മക്കത്തേക്ക് വന്ന് ഇന്നത്തെ ജംറത്തുൽ അഖബ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ജംറകളിൽ എറിയുന്ന മൂന്നാമത്തെ ജംറത്തുൽ അഖബയുടെ നേരെ വലതുവശത്ത് ഏകദേശം 50-60 അടി മാറി മസ്ജിദുൽ ബൈഅ എന്ന പേരിൽ ഒരു പള്ളി ഉണ്ട് അവിടെ, അല്ലെങ്കിൽ മസ്ജിദുൽ അഖബ എന്ന പേരിൽ ഇന്നുണ്ട് പള്ളി. ആ പള്ളിയുടെ ഭാഗത്തേക്ക് ഇവർ വരികയാണ്. അങ്ങനെ റസൂലുള്ളാഹിയും ആ ഭാഗത്തേക്ക് എത്തുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് ബൈഅത്ത് സ്വീകരിക്കുന്നു. ഇവർ ആവശ്യപ്പെടുകയാണ്, റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടുകയാണ്, പ്രവാചകരെ, ഞങ്ങളുടെ നാട്ടിൽ മദീനത്ത് ദീൻ പഠിച്ച ആൾക്കാരാരുമില്ല, ദീൻ പഠിപ്പിക്കാൻ കുറച്ച് ആളുകൾ വേണം. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 സ്വഹാബിമാർ, ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധരായ 2 സ്വഹാബിമാരെ മദീനത്തേക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ആദ്യമായി പറഞ്ഞയക്കുക. അതിൽ ഒന്നാമത്തത് ആരായിരുന്നു? മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു, നമുക്കറിയാം. രണ്ടാമത്തെ ആളായിരുന്നു മിസ്അബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ. മിസ്അബിനെ ഒറ്റക്കല്ല വിട്ടത്, ദഅവത്തിൽ പ്രബോധനത്തിൽ സഹായിക്കാൻ ഒരാളെ കൂടെ പറഞ്ഞയച്ചു. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സ്വഹാബി വര്യനാണ്, കണ്ണ് കാണാത്ത സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെയാണ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മദീനത്തേക്ക് പറഞ്ഞയക്കുന്നത്. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിനെ കൈനീട്ടി സ്വീകരിച്ച് മദീനത്ത് കൊണ്ടുപോയി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇന്നിപ്പോ നമ്മുടെ ഒരു പ്രബോധകൻ പല നാട്ടിൽ നിന്നും വന്ന ഒരു മഹല്ല് കമ്മിറ്റി ഒരു നാട്ടിൽ പ്രസംഗിക്കാൻ ദഅവത്തിന് സംവിധാനം ചെയ്തു കൊടുക്കുന്ന പോലെ മദീനക്കാരനായ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു മദീനയുടെ മണ്ണിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. തന്റെ സ്വന്തം വീട് ദഅവ സെന്ററായി പ്രഖ്യാപിച്ചു. സ്വന്തം വീട് മദീനത്തെ തെരുവുകളിലും വീടുകളിലും അതുപോലെ തന്നെ പട്ടണങ്ങളിലും എല്ലായിടത്തും കയറി ദീൻ പറയാൻ എല്ലാ സൗകര്യവും അസ്അദ് ബിൻ സുറാറ എന്ന് പറയുന്ന സംഘാടകൻ ചെയ്തു കൊടുത്തു. ആ സൗകര്യത്തെ ഏറ്റവും നല്ല രൂപത്തിൽ മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തി. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ മദീനത്ത് മുസ്ലിമീങ്ങളില്ലാതെ വീടില്ലാതായി. അത്രയേറെ മുസ്ലിമീങ്ങൾ മദീനയുടെ മണ്ണിൽ പടർന്നു പന്തലിച്ചു. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്,
റസൂലുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് മദീനയിൽ ജുമുഅ സംഘടിപ്പിച്ച മഹാനായ സ്വഹാബി വര്യനാണ് അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു. റസൂലുള്ള മക്കത്തുനിന്ന് മദീനത്തേക്ക് എത്തുന്നതിന് മുമ്പ് മദീനയിൽ ജുമുഅ സംഘടിപ്പിച്ചു. തന്റെ സ്വന്തം പവറിൽ, തന്റെ സ്വന്തം സ്വാധീനത്തിൽ ജുമുഅ സംഘടിപ്പിച്ചു. അതാണ് മഹാനായ സ്വഹാബി വര്യൻ. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ മുസ്ലിമീങ്ങൾ ധാരാളമായി. ഒരു വർഷത്തിന് ശേഷം പിന്നീട് 70 ആളുകളുമായി രണ്ടാം അഖബ ഉടമ്പടി ഇതേ സ്ഥലത്തേക്ക് മസ്ജിദുൽ ബൈഅ എന്ന് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് രണ്ടാമത്തെ സംഘം വരികയാണ് 70 ആളുകളുമായി. ഈ സന്ദർഭത്തിൽ നമ്മളോട് ആദ്യം പറഞ്ഞ ഉമ്മു അമ്മാറയുടെ സംഭവം കാണാം. ഇസ്ലാമിക ചരിത്രത്തിൽ പിൽക്കാലഘട്ടത്തിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ആദ്യമായി ബൈഅത്ത് ചെയ്തത് ആരാണ് എന്നൊരു ചർച്ച കാണാം. അതിൽ പല ആളുകളുടെ പേരാ പറഞ്ഞത്. അതിൽ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ട്. അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല. മദീനക്കാർ വന്നപ്പോൾ റസൂലുള്ളാഹിനെ പറഞ്ഞയക്കുന്ന വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു മുസ്ലിം ആയതിനു ശേഷം അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ആദ്യമായി ബൈഅത്ത് ചെയ്ത സ്വഹാബി മഹാനായ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു ആണ്. അസ്അദിന് ശേഷം റസൂലുള്ളാഹിനെ കൈ പിടിക്കുന്നത് ഈ ഉമ്മു അമ്മാറയുടെ ഭർത്താവായ സെയ്ദ് ഇബ്നു ആസിമാണ്. പിന്നീട് 2 ചെറിയ മക്കൾ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ്, ഹബീബ് ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന 2 ചെറിയ മക്കൾ റസൂലുള്ളാഹിനെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തു. ഉമ്മു അമ്മാറ കൈ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ റസൂലുള്ള കൈ വലിച്ചു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഞാൻ അന്യ സ്ത്രീകൾക്ക് കൈ കൊടുക്കലില്ല. ഇതിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഉമ്മു അമ്മാറ. അവിടെ നിന്ന് അങ്ങോട്ട് റസൂലുള്ളാഹിന്റെ കൂടെ എല്ലാ സന്ദർഭത്തിലും ഉമ്മു അമ്മാറയുടെ കുടുംബത്തിന്റെ ചരിത്രം, കേവലം ആ ഭർത്താവ് മാത്രമല്ല, മക്കൾ മാത്രമല്ല, അല്ലെങ്കിൽ ആ ഉമ്മ മാത്രമല്ല, കുടുംബപരമായി റസൂലുള്ളാഹിന്റെ കൂടെ ചേർന്ന് നിന്ന സുന്ദരമായ സന്ദർഭം. മാത്രമല്ല, ഈ ഉമ്മു അമ്മാറയെ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ ഉമ്മമാരെ ചോദിക്കാൻ റസൂലിനോട്, റസൂലെ മുഹമ്മദ് നബിയെ, എന്താണ് ഞങ്ങൾ പെണ്ണുങ്ങളെ പറ്റി ഖുർആനിൽ ആയത്തൊന്നുമില്ലേ? ആണുങ്ങളെ പറ്റി മാത്രമേ ആയത്തുള്ളൂ, ഞങ്ങൾ പെണ്ണുങ്ങളെ പറ്റി ആയത്തൊന്നുമില്ലേ? ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൽ ഒരായത്ത് തന്നെ, മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്വാദിഖീന എന്ന് തുടങ്ങി വിശാലമായ ഒരായത്ത്. അഥവാ ഖുർആനിൽ ഒരു വിഷയം പൊതുവായി ആമായി പറഞ്ഞാൽ അത് ആണിനും പെണ്ണിനൊക്കെ ബാധകാൻ. പക്ഷെ ഈ ഉമ്മയുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി തന്നെ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് ഒരായത്ത്, വിശാലമായ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ അവതരണമായി. അത് ഈ ഉമ്മയുടെ ചോദ്യവുമായി ബന്ധപ്പെട്ടാണ്. വേറെയും ഒരു റിപ്പോർട്ട് ഇതേ രൂപത്തിൽ കാണാം. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആണ് എന്ന അഭിപ്രായവും ഹദീസുകളിൽ നമ്മൾ വായിക്കും. അപ്പൊ ഈ രൂപത്തിൽ ഏറെ ശ്രദ്ധേയമായ ഈ കുടുംബം ബദറിലും ഉഹദിലും എല്ലാ സന്ദർഭത്തിലും റസൂലുള്ളാഹിന്റെ കൂടെയുള്ള കുടുംബം. ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ ഇന്നും ഉമ്മാര് കുട്ടികളൊക്കെ ഉമ്മയും ബാപ്പിയും തോളത്ത് കുട്ടികളെ എത്തി ഖുർആൻ ക്ലാസ്സിന് പോണ പോലെ ഈ ഉമ്മയും ഉപ്പയും സയ്യിദ് ഇബ്നു ആസിമും ഉമ്മു അമ്മാറയും 2 മക്കളെയും തോളിലേറ്റ് ബദറിലേക്ക് പോവാൻ സായുധ പോരാട്ടത്തിന് വേണ്ടി. 2 മക്കളെയും അതിന്റെ കരക്കിരുത്തി ഉമ്മയും ഉപ്പയും കൂടെ ഇസ്ലാമിന് വേണ്ടി പോരാടാൻ ഇറങ്ങാൻ. ബദർ കഴിഞ്ഞ് ഉഹദ് യുദ്ധമാണ് ഉമ്മു അമ്മാറയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ യുദ്ധ സന്ദർഭം. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന് ആദ്യം വിജയമുണ്ടാവുകയും പിന്നീട് ഖാലിദ് ഇബ്നു വലീദിന്റെ സൈന്യം മുസ്ലിം സൈന്യത്തെ പുറകിൽ നിന്ന് ആക്രമിക്കുകയും ചെയ്തപ്പോ മുസ്ലിം സൈന്യം ഛിന്ന ഭിന്നമായി ഓടി. ഖുതില മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിച്ചു. സ്വഹാബത്ത് ഛിന്ന ഭിന്നമായി പല ഇടങ്ങളിലേക്കായി ഓടി. പ്രവാചകൻ ഒറ്റപ്പെട്ട റസൂലുള്ളാഹിനെ ആദ്യമായി കാണുന്നത് ഉമ്മു അമ്മാറയാണ്. ഉമ്മു അമ്മാറ റസൂലുള്ളാഹിനെ കാണുമ്പോൾ ഉമ്മമാരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. കാരണം തോൽപാത്രത്തിൽ തളർന്നു കിടക്കുന്ന സ്വഹാബത്തിന് വെള്ളത്തിക്കലായിരുന്നു ഉമ്മു അമ്മാറയുടെ ഡ്യൂട്ടി. കയ്യിലുണ്ടായിരുന്ന തോൽപാത്രം വലിച്ചെറിഞ്ഞ് ഉമ്മു അമ്മാറ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ഓടി വരുമ്പോൾ കയ്യിൽ ആയുധങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയുധങ്ങളില്ലാതെ സംരക്ഷിക്കാൻ ഉമ്മു അമ്മാർ ആദ്യം ശ്രമിച്ചു എന്നാണ്. അപ്പോഴാണ് ഒരു സ്വഹാബി തിരിച്ച് ദർവാൻ ലക്ഷ്യമാക്കി മദീനയെ ലക്ഷ്യമാക്കി ഓടുകയാണ്. മുഹമ്മദി, എന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ എന്തിനു ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മദീനയെ ലക്ഷ്യമാക്കി ഓടുകയാണ്. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ഈ മനുഷ്യന്റെ പിന്നാലെ ഓടിയെന്ന, അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് പിടിച്ചു വാങ്ങി തിരിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരികയാണ്. ആ സന്ദർഭത്തിലാണ് ബദറിൽ മരണപ്പെട്ട ഉമയ്യയുടെ മകൻ ഇബ്നു ഉമയ്യ കുതിരപ്പുറത്തേറി ഉമ്മു അമ്മാറയെ വെട്ടാൻ വേണ്ടി വരികയാണ്. ഈ വരുന്ന ശത്രുവിനെ ഉമ്മു അമ്മാറ എന്ന് പറയുന്ന 2 മക്കളുടെ മാതാവ് കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് ആ ശത്രുവിനെ കൈകാര്യം ചെയ്തു, കുതിരപ്പടയാളിയെ കൈകാര്യം ചെയ്തു. നടക്കുന്ന ഉമ്മു അമ്മാറ കുതിരപ്പടയാളിയായ ആ ശത്രുവിനെ കൈകാര്യം ചെയ്തു. നിങ്ങളിവിടെ ആലോചിക്കേണ്ടത് 2 മക്കളെ മാതാവാണ്. നമ്മുടെ നാട്ടിൽ 2 തെറ്റാൽ താബാനായി, ഖലാസ്, നിന്നെ കൊണ്ടൊന്നും വയ്യ എന്ന് പറയും. ഈ 2 മക്കളുടെ മാതാവ് പോരാടി അവന്റെ കയ്യിൽ നിന്ന് പടയും കീയും പിടിച്ചു വാങ്ങി. എന്നിട്ട് റസൂലുള്ളാഹിനെ സംരക്ഷിക്കാൻ വരികയാണ്.
ആദ്യമായി ഉഹുദിൽ റസൂലുള്ളാഹിനെ സംരക്ഷിക്കാൻ വന്നത് ഉമ്മു അമ്മാറയാണ്. പിന്നീടാണ് 17ഓളം വരുന്ന സ്വഹാബത്ത് റസൂലുള്ളാഹിനെ സംരക്ഷിക്കാനായി അവിടെ ഓടിക്കൂടുന്നത്. ഈ 17ഓളം വരുന്ന സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ കൂടെ വന്നതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വഹാബത്തിനെയും കൂട്ടി ഒരു ശഅബിലേക്ക്, ഉഹുദിന്റെ ഒരു കുന്നിൻ ചെരുവിലേക്ക് മുസ്ലിം സൈന്യം പിൻവാങ്ങുക. ഇതറിഞ്ഞ അബൂ സുഫിയാൻ പിന്നീട് ഒരു സംഘവുമായി ഉമ്മു അമ്മാറയുടെ അടുക്കലേക്ക്, അഥവാ ഈ റസൂലുള്ളാഹിന്റെ ഈ സംഘത്തിന്റെ അടുക്കിലേക്ക് ഒരു സംഘവുമായി ചെല്ലുന്നുണ്ട്. എന്നിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. പല രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടക്കുന്നതൊക്കെ ആ സന്ദർഭത്തിലാണ്. തളർന്നിരുന്ന റസൂലുള്ളാഹിക്ക് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടി, കയ്യിലും കാലിലും വെട്ടുകൊണ്ടു, ചുണ്ടു പൊട്ടിപ്പോയി. ശിരോകവചത്തിന്റെ വലതു ഭാഗത്തെ ലോഹഭാഗം റസൂലുള്ളാഹിന്റെ കവളിലേക്ക് ഇറങ്ങിപ്പോയി, ഉള്ളിലേക്ക് ആണി ഇറങ്ങിപ്പോയി, തുളച്ചു കയറിപ്പോയി. അതെടുക്കാൻ സഹാബത്ത് വളരെ വലിയ രൂപത്തിൽ പ്രയാസപ്പെട്ടു. ഉഹദിന്റെ ആ ഷഅബിൽ കുന്നിൻ ചെരുവിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടിരുത്തുകയാണ്. അവിടെ നിന്ന് ചെന്നാൽ ഒരു ഗുഹ ഒക്കെ കാണാം. ഒരു ഗുഹയുടെ ഭാഗത്തേക്കാണ് റസൂലുള്ളാഹിനെ കൊണ്ടിരുത്തുന്നത്. യഥാർത്ഥ റസൂലുള്ളാഹി അതിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിനെ കയറ്റിയിട്ടില്ല, അതിന്റെ വക്കത്ത് കൊണ്ടിരുത്ത് അലി റളിയല്ലാഹു അൻഹു പിന്നെ ആ ഗുഹന്റെ ഉള്ളിൽ കയറി വെള്ളം കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ രക്തക്കറൊക്കെ മായ്ച്ചു കളയുന്നുണ്ട്. ഇന്നും പോയാൽ ആ ഭാഗം കാണാം നമുക്ക് അവിടെ. നമ്മുടെ നാട്ടിൽ നിന്ന് ചില ഹാജിമാര് അതിന്റെ ഉള്ളിൽ ചെന്ന് കല്ലും മണ്ണൊക്കെ വാരി കുപ്പിയിലാക്കി കൊടുന്നുകൊണ്ട് ഇപ്പോ ഗവൺമെന്റ് അത് അടച്ചു. ഇന്നും ആ ഭാഗം അവിടെ ഉണ്ട്. റസൂലുള്ളാഹിനെ തളർന്ന് റസൂലുള്ളാഹിനെ അതിന്റെ സമീപത്ത് കൊണ്ടിരുത്തുകയാണ്. അങ്ങനെ ഈ പ്രവാചകന്റെ കവിളിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയ ലോഹഭാഗം എടുക്കാൻ സ്വഹാബത്ത് ശ്രമിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അമീനുൽ ഉമ്മ, എന്റെ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്നറിയപ്പെട്ട മഹാനായ സ്വഹാബി വേണ്ടി. അതാരാണ്? അമീനുൽ ഉമ്മ നജ്റാൻ എന്നൊരു ക്രൈസ്തവ ദൗത്യ സംഘം റസൂലുള്ളാഹിന്റെ അടുക്ക് വന്നിട്ട് റസൂലിനോട് ചോദിക്കും, റസൂലെ നിങ്ങളൊരു അമീനെ ഞങ്ങൾക്ക് വേണം, ഒരു കരാർ എഴുതാൻ. അപ്പൊ സ്വഹാബത്ത് മുഴുവൻ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. കാരണം ഈ ഉമ്മത്തിന്റെ അമീൻ, റസൂലുള്ളാഹിന്റെ അമീൻ, അള്ളാന്റെ അമീൻ, വിശ്വസ്തൻ എന്ന സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞ ചില്ലറ സ്ഥാനമല്ല. ആരാണ് അമീൻ? അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ അപ്പോഴാണ് അങ്ങോട്ട് വന്നത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മാറ്റി നിർത്തി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ മുൻപല്ലുകൾ കൊണ്ട് തന്റെ 2 മുൻപല്ലുകൾ കൊണ്ട് ആ ലോഹഭാഗം ഈർന്നു മുറിക്കുകയാണ്. ആണെങ്കിൽ വലിച്ചെടുത്താൽ റസൂലുള്ളാഹിക്ക് വേദനിക്കുമെന്ന് പേടിച്ചുകൊണ്ട് തന്റെ മുൻപല്ലുകൾ കൊണ്ട് ഇത് ഈർന്നു മുറിച്ചു. അവസാനം ഇത് പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത്, റസൂലുള്ളാഹിക്ക് വേദനിക്കുന്നു പേടിച്ചുകൊണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ 2 മുൻപല്ലുകൾ നഷ്ടമായി അബൂ ഉബൈദന്റെ. പിൽക്കാലഘട്ടത്തിൽ ആ പല്ല് പോയ ഭാഗത്ത് ഇങ്ങനെ കൈവച്ചിട്ട് അദ്ദേഹം പറയുന്നതാണ്, ഈ 2 പല്ലും സ്വർഗത്തിൽ അതിന് വേണ്ടി പോയ പല്ലാണ് എന്ന് അദ്ദേഹം ആവേശം കൊള്ളുമായിരുന്നു. ഈ സന്ദർഭമെല്ലാം നടക്കുന്നത് ആ ഉഹദ് യുദ്ധത്തിന്റെ ആ ഒരു യുദ്ധ സന്ദർഭത്തിലാണ്. അങ്ങനെയാണ് അബൂ സുഫിയാൻ വരുന്നത്. എന്നിട്ട് അവിടുന്ന് ഉയർത്തി ചോദിക്കാൻ, മുഹമ്മദ് ബിൻ അബ്ദുള്ള ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. റസൂൽ ഒന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ ചോദ്യം, അബ്ദുല്ലാഹി ബിൻ അബീ ഖുഹാഫ ജീവിച്ചിരിപ്പുണ്ടോ? ആരാ അബ്ദുല്ലാഹി ബിൻ അബീ ഖുഹാഫ? ആരാ? ഈ പള്ളിക്കാട്ടേക്ക് സലാം പറഞ്ഞ മാതിരി ഇരിക്കല്ലേ? പള്ളിക്കാട്ടേക്ക് സലാം പറഞ്ഞ ജവാബുണ്ടാവും. ആരാ അബ്ദുല്ലാഹി ബിൻ അബീ ഖുഹാഫ? നിങ്ങൾ നോമ്പിന്റെ ക്ഷീണമായതുകൊണ്ട് പറയാത്തതെന്ന് വിചാരിച്ച് ഞാൻ തന്നെ പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് രണ്ടാമത്തെ ചോദ്യം. അപ്പോഴും ഒന്നും മിണ്ടിയില്ല. മൂന്നാമത്തെ ചോദ്യം, ഖത്താബിന്റെ മകൻ ഉമർ ഉണ്ടോ എന്നാണ്. ഉമർ ചാടി എഴുന്നേറ്റു എന്നാ. ഞാൻ ഇവിടെ എന്തെന്ന് പറയാൻ, ആരെന്നെ വിളിച്ചാൽ ഞാൻ ഇവിടെ എന്തെന്ന് പറയാൻ ചാടി എഴുന്നേറ്റു എന്നാ. പക്ഷെ റസൂലിനെ പിടിച്ച് മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ പല സ്വഹാബത്തിനെ കുറിച്ചും അബൂ സുഫിയാൻ ആവർത്തിച്ച് ചോദിച്ചു, ആരും ഒന്നും മിണ്ടിയില്ല. പിന്നെ പ്രകോപനാണ്, ഞങ്ങളെ ദൈവങ്ങളായ ലാത്തയും ഉസ്സയും മനാത്തയൊക്കെയാണ് വലുത് എന്ന് പ്രകോപനം സൃഷ്ടിക്കാൻ. ആ സന്ദർഭത്തിലാണ് റസൂൽ ഉമറിനോട് മറുപടി വരാൻ പറഞ്ഞത്. പറയടാ മറുപടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ, അല്ലാതെ ആരാധ്യനില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കാൻ. അതോടുകൂടിയാണ് ഈ സംഘം പിന്നീട് ആ കുന്നിൻ ചെരുവിലേക്ക് കയറാൻ തയ്യാറാവുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബ നിങ്ങളിലാർ അവരുമായി പോരാടും എന്ന് ചോദിക്കുന്ന സന്ദർഭം കാണാം. ആ സന്ദർഭത്തിൽ ആദ്യം അബൂ തുൽഹ മുന്നോട്ട് വരികയാണ്. റസൂലെ ഞാൻ പോരാടാം. അബൂ തുൽഹ റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നത് കയ്യും കാലൊക്കെ ആ ഒടിഞ്ഞ അവസ്ഥയിലേ വരുന്നത്. എന്നിട്ടാ പറഞ്ഞു, റസൂലെ ഞാൻ പോരാടാം. പക്ഷെ റസൂലുള്ളാഹി അബൂ തുൽഹനെ മാറ്റി നിർത്തി. കാരണം ആദ്യമേ പരിക്ക് പറ്റിയ ആളാണ്, ഈ കോലത്തിൽ പോയാൽ സംഗതി വഷളാവും. അബൂ തുൽഹയെ മാറ്റി നിർത്തി. പിന്നീട് ഓരോ സ്വഹാബത്തും തന്റെ ഊഴമനുസരിച്ച് അബൂ സുഫിയാന്റെ ആ സംഘത്തോട് പോരാടിയാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞ ഉമ്മു അമ്മാറയുടെ ഒരു മകൻ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദും ആ സംഘത്തിലുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ
അന്ന് വലിയ പ്രായമൊന്നുമില്ല. അബ്ദുല്ലാഹിബ്നു സെയ്ദ് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചു നാം. അബ്ദുല്ലാഹിബ്നു സെയ്ദിന്റെ നെഞ്ഞും റസൂലുള്ളാഹിന്റെ നെഞ്ഞും ചേർത്ത് വരുമാർ അവസ്ഥയിൽ ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചു ശക്തമായി. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കാണ്, റസൂലേ, എന്റെ ശരീരത്തിലൂടെ അമ്പ് തുളച്ചു കയറിയിട്ടല്ലാതെ പ്രവാചകരെ താങ്കളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന മകൻ പ്രഖ്യാപിക്കാൻ. ഈ രൂപത്തിൽ തന്റെ മക്കളെ അടക്കം തന്റെ ഭർത്താവിനെ അടക്കം ഏറ്റവും നല്ല രൂപത്തിൽ ദീനിന്റെ കൂടെ ചേർത്ത് നിർത്താൻ അഹോരാത്രം പണിയെടുത്ത ഉമ്മു അമ്മാറ നസീബ ബിൻത് കഅബ്. ഇവിടുന്ന് ഇങ്ങനെ ചരിത്രം മുന്നോട്ട് പോകുമ്പോ ഈ ഉമ്മു അമ്മാറയുടെ ജീവിതത്തിൽ വളരെ ദാരുണമായ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ബനു ഹനീഫ ഗോത്രക്കാരനായ മുസൈലിമ ബിൻ ഹബീബ് അൽ ഹനഫി എന്ന് പറയുന്ന മുസൈലിമത്തുൽ കദ്ദാബുമായി ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമായ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഇന്നത്തെ സൗദി അറേബ്യയുടെ റിയാദിനടുത്തുള്ള പ്രദേശം മുഹൈനക്കടുത്ത് യമാമയിൽ വെച്ചുകൊണ്ടാണ് ആ യുദ്ധം. 40,000-ഓളം വരുന്ന മുസ്ലിം സൈന്യമാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത്. സൈഫുല്ലാഹ്, അല്ലാഹുവിന്റെ വാൾ എന്ന സ്ഥാന പദവിക്കർഹനായ സ്വഹാബി വിദ്യനാണ് ആ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത്. ആരാണത്? സൈഫുല്ലാഹ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. 2.5 മാസത്തോളം നീണ്ട ശക്തമായ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം വിജയിക്കുന്നുണ്ട്. ഈ വിജയത്തിന് പിന്നിൽ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, മുസൈലിമ ബിൻ ഹബീബ് അൽ ഹനഫി എന്ന് പറയുന്ന കള്ളപ്രവാചകനെ കൊല്ലുന്നത് 2 സ്വഹാബിമാരാണ്. അതിലൊന്ന് വഹ്ഷി ബിൻ ഹർബാൻ. വഹ്ഷി എന്നൊക്കെ അറിയായിരിക്കും. വഹ്ഷി ആരാ? ഹംസ റളിയല്ലാഹുവിനെ കൊന്നതൊക്കെ നമ്മളിങ്ങനെ സാധാരണ പറയാറുള്ള വഹ്ഷി. പിന്നെന്ത് ചെയ്തു? അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി മക്കം ഫതഹിന്റെ സന്ദർഭത്തിൽ അബൂ സുഫിയാനും ഹിന്ദും വഹ്ഷിയും പോയി ഇസ്ലാം സ്വീകരിക്കാൻ. ആ സന്ദർഭത്തിൽ ഷഹാദത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. വഹ്ഷിയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി മുഖം തിരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഹ്ഷി, നിന്നെ കാണുമ്പോൾ എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പ്രയാസപ്പെട്ടുന്ന. പ്രവാചകന്റെ പ്രയാസം സഹിക്കാൻ കഴിയാതെ വഹ്ഷി റസൂലുള്ളാഹിന്റെ ജീവിത കാലഘട്ടത്തിൽ നിന്ന് നാട് വിട്ടു പോവാണ്, മദീനത്ത് നിന്ന് പോവാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലം ഇന്ന് ബുറൈദക്കടുത്ത് ഹായിൽ എന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഇരുന്ന് വഹ്ഷി പിന്നെ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കോട്ടയും അതിന്റെ ശേഷിപ്പുകളൊക്കെ ഇന്ന് കുഴിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. വഹ്ഷി പിന്നെ മറ്റൊരു നാട്ടിലാണ് ജീവിക്കുന്നത്. റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ യമാമ യുദ്ധത്തിന്റെ കാഹളം മുടങ്ങിയതറിഞ്ഞ് വഹ്ഷി താൻ ജീവിച്ച നാട്ടിൽ നിന്ന് യമാമയിലേക്ക് വരികയാണ്. മൂപ്പര് യമാമയിലേക്ക് വരുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ ഉപയോഗിച്ച അതേ ആയുധം കൊണ്ടാണ്. അതേ ആയുധം കൊണ്ട് യമാമയിലേക്ക് വന്ന് വഹ്ഷി യമാമ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനെ ഞാൻ കൊന്നു, അത് ഹംസയായിരുന്നു. ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരുത്തനെ ഞാൻ കൊല്ലും, അത് മുസൈലിമയായിരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് വഹ്ഷി യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത്. ആ യുദ്ധത്തിൽ ആഴ്ചകളോളം നീണ്ടുന്ന യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനു നേരെ തന്റെ ആയുധം ആദ്യമായി എറിഞ്ഞ് മുസൈലിമയുടെ ശരീരത്തിൽ കൊള്ളിപ്പിക്കുന്നത് വഹ്ഷിയാണ്. കുതിരപ്പുറത്തിരിക്കുന്ന മുസൈലിമയുടെ വയറിന് ആ ആയുധം തുളച്ചു കയറി മുസൈലിമ കുതിരപ്പുറത്തുനിന്ന് നിലത്ത് വീണു. ആ സന്ദർഭത്തിൽ ഈ മുസൈലിമത്തുൽ കദ്ദാബിനെ പിന്നീട് വകവരുത്തുന്നത് ഈ ഉമ്മു അമ്മാറയുടെ മകൻ അബ്ദുല്ലാഹി ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. വഹ്ഷി മറ്റൊരു നാട്ടിൽ നിന്ന് യമാമയിലേക്ക് വന്ന അതേ രൂപത്തിൽ തന്നെ ഉമ്മു അമ്മാറക്കും അതുപോലെ തന്നെ മകൻ അബ്ദുല്ലാഹി ബിൻ സയ്യിദിനും യമാമയിൽ പങ്കെടുക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ഇതേ രൂപത്തിൽ മുസൈലിമത്തുൽ കദ്ദാബുമായി ബന്ധപ്പെട്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഉമ്മു അമ്മാറയുടെ ജീവിതത്തിൽ വളരെ ദാരുണമായൊരു സംഭവം റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്റെ അവസാന സന്ദർഭത്തിൽ ഈ പറയുന്ന ബനു ഹനീഫയിൽ നിന്നൊരു സംഘം മദീനത്തേക്ക് വന്നു റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക്. അതിൽ ഈ മുസൈലിമ ഉണ്ട്. പിൽക്കാലഘട്ടത്തിൽ യമാമ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം കൊലപ്പെടുത്തിയ മുസൈലിമ റസൂലുള്ളാഹിനെ കാണാമെന്ന ആളാ. ബനു ഹനീഫയിൽ നിന്നൊരു സംഘം മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വന്നു. ഒരു സന്ദർഭത്തിൽ ഈ സംഘം മദീനത്തെത്തി തങ്ങളുടെ യാത്രാ ചരക്കുകളെല്ലാം മദീനയുടെ ഒരു പ്രാന്തപ്രദേശമായ സ്ഥലത്ത് സൂക്ഷിച്ച് മുസൈലിമയെ അതിന്റെ കാവൽക്കാരനായി നിർത്തി. എന്നിട്ട് ബാക്കിയുള്ള ആളുകളെല്ലാം മദീനത്ത് പോയി റസൂലുള്ളാഹിനെ കണ്ട് ദീനിനെ കുറിച്ച് സംസാരിച്ച് അവർ റസൂലുള്ളാഹി അവരെയും തൃപ്തിപ്പെട്ടു, അവർ റസൂലിനെയും തൃപ്തിപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. പിന്നെ ഇവർ തിരിച്ചു പോവാണ്, ദീനിനെ കുറിച്ച് അറിഞ്ഞ് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ തങ്ങളുടെ യാത്രാ ചരക്കുകളുടെ അടുക്കിലെത്തിയപ്പോ മുസൈലിമ എന്ന് പറഞ്ഞാൽ നല്ല കിങ്കരനാണ്, മല്ലനാണ്. മുസൈലിമ വരെ ചോദ്യം ചെയ്യാണ്, മുഹമ്മദ് എന്താ നിങ്ങളോട് പറഞ്ഞ് എന്ന് ചോദിക്കണം. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഈ സംഘം പറഞ്ഞു, മുഹമ്മദ് ബിൻ അബ്ദുല്ല റസൂലാണ്, നബിയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞു. റിസാലത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി, ഖുർആനെ കുറിച്ച് പറഞ്ഞു.
റസൂലാണ് എന്ന് വിശദീകരിച്ചു എന്ന് പറയാം. ആ സന്ദർഭത്തിലാണ് ആദ്യമായി മുസൈലിമ ബിൻ ഹബീബ് അൽ ഹനഫി എന്ന് പറയുന്ന ബനു ഹനീഫ ഗോത്രക്കാരൻ ആദ്യമായി കള്ളപ്രവാചകത്വം ബാധിക്കുന്നത് അവിടുന്നാണ്. എവിടുന്ന്? മദീനത്തു നിന്നാണ്. അയാൾ പറഞ്ഞു മുഹമ്മദ് അവൻ ഖുറൈശികൾക്കുള്ള പ്രവാചകനാണ്, ബനു ഹനീഫക്കാരായി നിങ്ങൾക്കുള്ള പ്രവാചകൻ മുസൈലിമയായ ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾ ഇന്നെ പിൻപറ്റണം എന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് റസൂലുള്ളാഹിന്റെ വായിൽ നിന്ന് ദീൻ കേട്ട ആളുകൾ മുഴുവനും മുസൈലിമാന്റെ പിന്നാലെ കൂടി മുസൈലിമയിൽ വിശ്വസിച്ചു. അവർക്കറിയാമായിരുന്നു മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന്. അവർ പറയുക പോലും ചെയ്തു, ഇന്ന മുഹമ്മദ് അല്ല സാദിഖ്, മുഹമ്മദ് നബി സത്യസന്ധനാണ്, മുസൈലിമ അല്ല കാദിബ്, മുസൈലിമ കള്ളനാണ്. പക്ഷേ മുഹമ്മദ് ഖുറൈശിയാണ്, വേറൊരു ഗോത്രക്കാരനാണ്, മുസൈലിമ ഞങ്ങളെ കൂട്ടക്കാരനാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുസൈലിമയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യമായി ഹിസ്ബിയത്തു കാരണം, കക്ഷിത്വം കാരണം പിഴച്ചുപോയ ആളുകളാണ് ബനു ഹനീഫ ഗോത്രക്കാർ. അങ്ങനെ മുസൈലിമ തിരിച്ച് ഗോത്രത്തിൽ ബനു ഹനീഫയിൽ എത്തിയതോടുകൂടി ഒരുപാട് ആളുകൾ മുസൈലിമയുടെ പിന്നാലെ കൂടി. അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ആൾബലം കൊണ്ട് ഉന്നതിയിൽ നിൽക്കുന്ന, അംഗബലം കൊണ്ട് ഉന്നതിയിൽ നിൽക്കുന്ന ഗോത്രമാണ് ബനു ഹനീഫ ഗോത്രം. ഒരുപാട് ആളുകൾ മുസൈലിമാന്റെ പിന്നാലെ കൂടി. കാരണം മുസൈലിം അങ്ങനെ ഉണ്ടല്ലോ, കുറച്ച് ആളുകൾ എണ്ണം കൂടിയാൽ എന്ത് ചെയ്യും, ചില ആൾക്കാർക്ക് അഹങ്കാരത്തിന് കയ്യും കാലൊക്കെ വെക്കും. അങ്ങനെ മുസൈലിമ റസൂലുള്ളാഹിക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. ചരിത്രത്തിൽ കാണാം, ഒരു കത്ത് എഴുതി അയക്കുകയാണ്. കത്തിന്റെ തുടക്കം ഇന്ന മുഹമ്മദൻ ഇന്ന മുസൈലിമ റസൂലില്ല ഇലാ മുഹമ്മദ് റസൂലില്ല, മുസൈലിമയായ റസൂലായ ഞാൻ ഇലാ മുഹമ്മദ് റസൂലില്ല, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് എഴുതുന്ന കത്ത്. എന്നിട്ട് ആ കത്തിന്റെ രക്തം ചുരുക്കം ഇന്നൽ അർള നിസ്ഫുൻ നിസ്ഫുൽ ഖുറൈശ്, ഭൂമിയെ രണ്ടാക്കി ഭാഗിക്കണം, രണ്ടെണ്ണാക്കണം, പകുതിയാക്കണം. നിസ്ഫ് പകുതി മുഹമ്മദ് അയ്യെടുത്തോ, പകുതി എനിക്കും തരണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ധാരണയോടുകൂടി ഈ ഭൂമിയിൽ ഭരണം നടത്താമെന്ന് പറഞ്ഞ് മുസൈലിമ കച്ചവട തന്ത്രം സംസാരിക്കുകയാണ് റസൂലുള്ളാഹിനോട്. ഈ കച്ചവട തന്ത്രം ഇന്ന് തുടങ്ങിയിട്ടുണ്ട്, ആ കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നും നമ്മുടെ നാട്ടിൽ മുടിയുടെ പേരിലും പൊടിയുടെ പേരിലും ജാറത്തിന്റെ പേരിലൊക്കെ ഈ കച്ചവട തന്ത്രം ഇന്നും നിലനിൽക്കുകയാണ്. അന്ന് മുസൈലിമ റസൂലുള്ളാഹിന്റെ മുന്നിൽ കച്ചവട തന്ത്രം സംസാരിച്ചു. രണ്ടാളുകൾ മദീനത്ത് വന്ന് ഈ കത്ത് വായിച്ചു കേൾപ്പിച്ചു. ഇത് കേട്ടതോടുകൂടി റസൂലുള്ളാഹി ശക്തമായി ദേഷ്യപ്പെട്ടു. റസൂലുള്ളാഹി ശക്തമായി ദേഷ്യപ്പെട്ട സന്ദർഭങ്ങൾ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ ഈ ഒരു സന്ദർഭം കാണും. റസൂലുള്ളാഹിന്റെ കണ്ണ് ചുമന്നു, ശക്തമായ രൂപത്തിൽ റസൂലുള്ളാഹി ദേഷ്യം പിടിച്ചു. അങ്ങനെ ആ വന്ന ആളുകൾ ദൂതന്മാരായതുകൊണ്ട് മാത്രം അവർ വെറുതെ വിടുക. അങ്ങനെ ലോകത്തിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസൈലിമക്ക് ഒരു മറുപടി കത്ത് എഴുതുക. അസ്സലാമു അലൈക്കും അലാ മനിത്തബഇൽ ഹുദാ, നേരായ മാർഗത്തിലുള്ളവർക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. ഇന്നൽ അർള ലില്ലാഹ്, തീർച്ചയായും ഭൂമി എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെതാണ്, അല്ലാതെ മുസൈലിമാക്കും മുഹമ്മദിനും രണ്ടായി ഭാഗിച്ചെടുക്കാൻ ഭൂമി നമ്മളുടേതായിരുന്നില്ല, അത് റബ്ബിൻ്റെതാണ് എന്ന് പറഞ്ഞ് മറുപടി കത്തെഴുതും. പിന്നെ തൗഹീദിനെ കുറിച്ചും റിസാലത്തിനെ കുറിച്ചൊക്കെ അതിൽ വിശാലമായ ചർച്ചയുണ്ട്. ഈ കത്തെഴുതി കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ അന്വേഷിക്കുകയാണ്. മുസൈലിമയിലേക്ക് ഈ കത്ത് എത്തിക്കാൻ ഒരാളെ അന്വേഷിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഉമ്മു അമ്മാറയുടെ മകൻ മഹാനായ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വമേധയാ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ കത്തുമായി മുസൈലിമയുടെ കൊട്ടാരത്തിൽ പോയി ഈ കത്ത് വായിച്ചു കേൾപ്പിച്ചു. കത്ത് വായിച്ചു കേട്ടതോടുകൂടി മുസൈലിമക്ക് ഹാലളിക്കുന്ന ഹബീബ് ഇബ്നു സയ്യിദിനെ പിടിച്ച് ശക്തമായ രൂപത്തിൽ പീഡിപ്പിച്ചു. ഒരു ദിവസം മുഴുവനും ജയിലിലിട്ട് ശക്തമായ രൂപത്തിൽ മർദ്ദിച്ചു. അന്ന് ചരിത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അന്ന് ഈ ഹബീബ് ഇബ്നു സയ്യിദിന് 22 വയസ്സ് പ്രായമുള്ളൂ എന്നാ, ചെറിയ പയ്യനാണ്, ചെറുപ്പക്കാരനാണ്. ശക്തമായ രൂപത്തിൽ പീഡിപ്പിച്ചു, പ്രയാസപ്പെടുത്തി. ഒരു ദിവസം മുഴുവനും ജയിലിലിട്ട ശേഷം രണ്ടാമത്തെ ദിവസം വീണ്ടും വന്ന് മുസൈലിമയും കൂട്ടരും. എന്നിട്ട് ഹബീബ് ഇബ്നു സയ്യിദിനെ ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, അത്തശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, നീ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. തളർന്നിരിക്കുന്ന ഹബീബ് ഇബ്നു സയ്യിദ് ആവേശത്തോടു കൂടി ചാടി എഴുന്നേറ്റ് മറുപടി പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ചോദ്യം, അത്തശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മുസൈലിമ ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഹബീബ് ഇബ്നു സയ്യിദ് പുച്ഛിച്ചു തള്ളിയതാണ്. ലാ തസ്മഅ, എന്താ മുസൈലിമ ഈ പറഞ്ഞ എനിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. മുസൈലിമക്ക് വീണ്ടും ദേഷ്യം പിടിച്ചു. വീണ്ടും ഇതേ ചോദ്യം ആവർത്തിച്ചു, അത്തശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഇതേ മറുപടിയാണ്, മുസൈലിമ ഈ പറഞ്ഞ എനിക്ക് കേൾക്കണില്ല. മൂന്നാമതും ഇതേ മറുപടി ആവർത്തിച്ചപ്പോൾ മുസൈലിമ തന്റെ കൂടെയുള്ള കിങ്കരന്മാരോട് ഹബീബ് ഇബ്നു സയ്യിദിന്റെ ശരീരത്തിൽ നിന്ന് വൃത്താകൃതിയിൽ പച്ചയായ മാംസം വെട്ടിയെടുക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വലത് തോൾ ഭാഗത്ത് നിന്ന് ആ മാംസം വെട്ടിയെടുക്കാൻ തുടങ്ങി. ഓരോ മുറിയിലും വെട്ടിയെടുക്കുമ്പോഴും മാംസം അടർത്തിയെടുക്കുമ്പോഴും ഇതേ ചോദ്യം ചോദിച്ചു. ഹബീബ് ഇബ്നു സയ്യിദ് ആദ്യത്തെ അതേ മറുപടി പറഞ്ഞു, ശക്തമായ രൂപത്തിൽ പിടിച്ചു നിന്നു.
അവസാനം തന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി ഷഹീദാവുന്നത് വരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഇന്ന മുസൈലിമ ലകദ്ദാബ്, മുസൈലിമ കള്ളനാണ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത്. ഈ വാർത്ത മദീനത്തെത്തിയ സന്ദർഭത്തിൽ സ്വഹാബത്തിന്റെ ഈ വലിയ സങ്കടം ഉണ്ടായി, വലിയ പ്രയാസമുണ്ടായി. ഈ വാർത്ത റസൂലുള്ളാഹി കേട്ടപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എന്റെ ഉമ്മത്തിലെ ഹബീബുൻ നജ്ജാർ, അത് ഹബീബ് ബിൻ സയ്യിദാണ് എന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു. ആരാണ് ഈ ഹബീബുൻ നജ്ജാർ? ഹബീബുൻ നജ്ജാർ എവിടെ കേട്ടു? ഹബീബുൻ നജ്ജാർ നമ്മൾ സൂറത്ത് യാസീൻ ഇങ്ങനെ ഓതുമ്പോ വദരിബ് ലഹും മസലൽ അസ്ഹാബിൽ ഖറിയത്തി ഇദ് ജാഅഹൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹിം മുസ്നൈൻ ഫഖദ്ദബൂഹുമാ. ഈ അസ്ഹാബുൽ ഖറിയ ഉണ്ടല്ലോ, ഏത് അസ്ഹാബുൽ ഖറിയ? ഇന്നത്തെ യമനിന്റെ ഉത്തരഭാഗമായ അന്താക്കിയ എന്ന പട്ടണം. അന്താക്കിയയിലേക്ക് റസൂലുള്ളാഹി 2 പ്രവാചകന്മാരെ നിയോഗിച്ചു. ഫഖദ്ദബൂഹുമാ, അവർ 2 പേരും വന്ന് തൗഹീദ് പറഞ്ഞപ്പോ ആ നാട്ടുകാർ, അന്താക്കിയക്കാർ ഈ 2 നബിമാരെയും കളവാക്കി. ഫഅസ്സസ്നാ ബിസാലിത്തിൻ, ആ സന്ദർഭത്തിൽ അല്ലാഹു ആ സംഘടനയെ അല്ലാഹു ശക്തിപ്പെടുത്തി. അപ്പൊ സംഘം ഉണ്ടാക്കുക ഇവിടെ തെളിവ്, ഖുർആൻ തന്നെ തെളിവ്. അല്ലാഹു ആ സംഘടനയെ 3ാമതൊരു പ്രവാചകനെ കൊണ്ട് ശക്തിപ്പെടുത്തി. എന്നിട്ട് അവർ 3 പേരും ഒരുമിച്ച് പറഞ്ഞു, ഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്നവർ പറഞ്ഞു. തൗഹീദ് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ നാട്ടുകാരും ഈ പ്രവാചകന്മാരും തമ്മിലുള്ള ഇങ്ങനെ സംസാരം വേറൊരു മനുഷ്യൻ കേൾക്കുകയാണ്. അതാണ് മദീനയുടെ പട്ടണത്തിന്റെ അങ്ങേ തലക്കിൽ നിന്ന് ഒരു മനുഷ്യൻ ഓടി വന്നു. ഈ സംവാദം വീക്ഷിച്ചു. പ്രവാചകന്മാരും ആ നാട്ടുകാരും തമ്മിലുള്ള സംവാദം, ചർച്ച വീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി പ്രവാചകന്മാർ പറഞ്ഞത് ശരിയാണ്. ആ സന്ദർഭത്തിലാണ് ആ മനുഷ്യൻ പ്രഖ്യാപിക്കുകയാണ്, നാട്ടുകാരെ, ഈ പ്രവാചകന്മാർ കൊണ്ടുവന്ന ഈ ആദർശത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. എന്നിട്ട് ആ സംവാദത്തിന്റെ രക്തചുരുക്കം, ആദർശത്തിന്റെ രക്തചുരുക്കം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. എന്നെ സൃഷ്ടിച്ചവനായ, എനിക്ക് കണ്ണ് തന്ന, മൂക്ക് തന്ന, കഴിക്കാൻ ഭക്ഷണം തന്ന, എല്ലാ സൗകര്യങ്ങളും തന്ന അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ മറ്റെന്ത് ന്യായമാണുള്ളത് എന്ന് പ്രഖ്യാപിക്കുകയാണ്, തൗഹീദ് പ്രഖ്യാപിക്കുകയാണ്. ഈ മനുഷ്യനാണ് ആര്? സ്വാഹിബ് യാസീൻ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ പേരാണ് ഹബീബുൻ നജ്ജാർ. ഈ ഹബീബുൻ നജ്ജാർ അന്ന് അന്താക്കിയ എന്ന് പറയുന്ന ആ പട്ടണത്തിൽ തൗഹീദ് പറഞ്ഞ കാരണം ആ നാട്ടുകാർ ഇദ്ദേഹത്തെ ഇടിച്ച് കൊല്ലുക. ഇയാളാ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ദീൻ പറയാന് എന്ന് ചോദിച്ചിട്ട് ഈ മനുഷ്യനെ ശക്തമായ രൂപത്തിൽ ഇടിച്ച് കുത്തി കൊലപ്പെടുത്തുക. അങ്ങനെ ഇടിച്ചിട്ട് കൊന്നിട്ടും കലി തീരാത്ത സമൂഹം അദ്ദേഹത്തിന്റെ കൈകാലുകൾ അറുത്തു മാറ്റിന. ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും തഫ്സീറുകളിൽ. ഈ രൂപത്തിൽ മൃഗീയമായി കൊലപ്പെട്ടയാളാണ് മഹാനായ ഹബീബുൻ നജ്ജാർ, സ്വാഹിബ് യാസീൻ. റസൂലുള്ളാഹി ആ സ്വാഹിബ് യാസീനെ സ്മരിച്ചിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എന്റെ ഉമ്മത്തിലെ ഹബീബുൻ നജ്ജാർ അത് ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു. റസൂലുള്ളാഹി ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഉമ്മു അമ്മാറയുടെ കുടുംബത്തിന് റഹ്മത്തുല്ലാഹു അഹ്ലി ബൈതിക്, അല്ലാഹു ആ കുടുംബത്തിന് പ്രത്യേകം റഹ്മത്ത് ചെയ്യട്ടെ, ബാറക്കല്ലാഹ്, അല്ലാഹു പ്രത്യേകം ആ കുടുംബത്തെ സഹായിക്കട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി പ്രത്യേകമായി ഉമ്മു അമ്മാറയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുടുംബമാണ് ഉമ്മു അമ്മാറയുടെ കുടുംബം. ഈ വാർത്ത മദീനത്തെത്തിയപ്പോൾ ഒരു സ്വഹാബി ഉമ്മു അമ്മാറയുടെ വീട്ടിൽ പോയി പറഞ്ഞു, ഈ വിഷയം പോയി പറഞ്ഞു. ഉമ്മു അമ്മാറ ആദ്യമായി പ്രഖ്യാപിച്ചത്, എന്റെ മകൻ ഹബീബ് ഇബ്നു സയ്യിദ് ചെറുപ്പത്തിൽ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തതാണ്, എന്റെ ജീവിതം മുഴുവനും ഇസ്ലാമിനാണ് എന്ന് ബൈഅത്ത് ചെയ്തവനാണ് എന്റെ പ്രിയപ്പെട്ട മകൻ. ഇന്നവനവന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഷഹാദത്തിൽ ആ ഉമ്മ ഒന്നാമതായി ആവേശം കൊണ്ടു. രണ്ടാമതായി പ്രഖ്യാപിക്കുന്നത്, എന്റെ മകനെ കൊന്ന മുസൈലിമത്തുൽ കദ്ദാബനെ ഞാൻ കൊല്ലും എന്ന് പ്രഖ്യാപിക്കുന്നത് രണ്ടാമത്തെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനാണ് ഉമ്മു അമ്മാറ എവിടെ എത്തിച്ച് ആ യമാമയിൽ എത്തിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് കീഴിൽ യുദ്ധം നടക്കുന്നതറിഞ്ഞ് മറ്റൊരു പ്രദേശത്ത് ജീവിച്ചിരുന്ന ഉമ്മു അമ്മാറയും മകൻ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദും അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു പറയാണ്, എനിക്കും എന്ത് ചെയ്യണം, യുദ്ധത്തിന് പോകണം. അന്ന് യുദ്ധത്തിന് പോകണം എന്ന് പറയുമ്പോൾ ഉമ്മു അമ്മാറൊക്കെ അങ്ങേയറ്റം പ്രായമായിട്ടുണ്ട്, വാർദ്ധക്യത്തിലായിട്ടുണ്ട്, മുഖവും കൈയും കാലൊക്കെ ചുക്കി ചുളിഞ്ഞിട്ടുണ്ട്. ഈ ഉമ്മ വന്നിട്ടാണ് മകനെ കൂട്ടി പറഞ്ഞത്, എനിക്കും യുദ്ധത്തിന് പോകണം. അബൂബക്കർ റളിയല്ലാഹു സമ്മതിച്ചില്ല, പോകാൻ അയച്ചില്ല. ആ സന്ദർഭത്തിൽ വാശി പിടിക്കുകയാണ് ഉമ്മു അമ്മാറ, നിങ്ങൾക്ക് എന്നെ തടയാൻ അർഹത ഒന്നുമില്ല, കാരണം റസൂലുള്ളാഹിന്റെ കൂടെ ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ പങ്കെടുത്ത സ്ത്രീയാണ് ഞാൻ, എന്നെ തടയാൻ നിങ്ങൾക്ക് അർഹതല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അവരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ഉമ്മു അമ്മാറയെ
പറഞ്ഞയക്കൽ. പക്ഷെ പറഞ്ഞയക്കുമ്പോൾ സൈന്യത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ചില സൈനിക നായകന്മാരെ വിളിച്ച് ഉമ്മുഅമ്മാർക്ക് പ്രത്യേകം സംരക്ഷണം ഒരുക്കാൻ അദ്ദേഹം ആഹ്വാനം നൽകി എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. മാത്രമല്ല ഉമ്മുഅമ്മാറയോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ യമാമയിൽ പോയാൽ ആയുധം എടുക്കരുത്, നിങ്ങൾ ഈ പറഞ്ഞ തോൽപാത്രത്തിൽ വെള്ളെത്തിക്കുന്ന പണി മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞു. പക്ഷെ യമാമയിലെത്തിയപ്പോൾ ഉമ്മുഅമ്മാറ തോൽപാത്രമൊക്കെ വലിച്ചെറിഞ്ഞ് ആയുധവും എടുത്ത് തന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദിനെയും കൂട്ടി മുസൈലിമയെ തെരഞ്ഞു നടക്കുകയാണ്. ഈ ഉമ്മുഅമ്മാറ അതിന്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടില്ല, വേറെ ആരെടുത്തും പോയിട്ടില്ല. ആഴ്ചകളോളം നീണ്ടുന്ന യുദ്ധത്തിൽ തന്റെ മകനെ കൊന്ന മുസൈലിമത്തുൽ കദ്ദാബിനെ തെരഞ്ഞു നടക്കുകയാണ്. തെരഞ്ഞു നടന്ന അവസാനം ഈ മുസൈലിമാന്റെ അടുക്കലേക്ക് ഇങ്ങനെ ഇരച്ചു കയറിയാണ് ചെല്ലുന്ന സമയത്താണ് വഹ്ശി കുതിരപ്പുറത്തേക്കുന്ന മുസൈലിമയുടെ ശരീരത്തിലേക്ക് തന്റെ ആയുധം എറിഞ്ഞ് മുസൈലിമ നിലത്തോട്ട് വീഴുന്നത്. വർഷങ്ങളോളം കാത്തിരുന്ന മുസൈലിമ ഇങ്ങനെ മുന്നിൽ കിടന്ന് പെടയാണ്. അപ്പൊ തീർക്കാൻ വേണ്ടി കയ്യിൽ വാളും പിടിച്ച് മകനെയും കൂട്ടി മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്ന ഉമ്മുഅമ്മാറയെ മുസൈലിമയുടെ കൂടെ ഉണ്ടായിരുന്ന 2 കിങ്കരന്മാർ ഉമ്മുഅമ്മാറയെ വെട്ടി. അതിലൊരു വെട്ട് കൊണ്ടത് ഉമ്മുഅമ്മാറയുടെ വലത് കൈത്തണ്ടക്കാണ്. വലത് കൈത്തണ്ടക്ക് കൊണ്ടു, കൈയറ്റ് വീണു, കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണു. ആ സന്ദർഭത്തിൽ കൂടെ ഉണ്ടായിരുന്ന മകൻ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് ഉമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ വാളെടുത്ത് ഇസ്ലാമിന്റെ ശത്രുവായ മുസൈലിമത്തുൽ കദ്ദാബിനെ കഴുത്തറുത്ത് കൊല്ലുക. അങ്ങനെയാണ് ഈ യുദ്ധത്തിൽ ഉമ്മുഅമ്മാറയും കുടുംബവും ഭാഗവാക്കാവുന്നത്. ഇങ്ങനെ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ ഈ കുടുംബത്തിന്റെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കും. ഞാനത് സൂചിപ്പിക്കാൻ കാരണം, അവർ മുഴുവൻ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ, പ്രവാചകന്റെ കൂടെ ദീനിനു വേണ്ടി കുടുംബസമേതം സമർപ്പിച്ച് ആവേശത്തോടുകൂടി അവർ മുന്നോട്ട് പോയവരായിരുന്നു. ഇങ്ങനെ ഓരോ സഹാബത്തിന്റെ ചരിത്രവും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇതേ രൂപത്തിൽ വിശാലമായ അവരുടെ സേവനങ്ങൾ ദീനിന്റെ വഴിയിൽ കൃത്യമായ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്വഹാബത്തിന്റെ മഹിതമായ സേവനത്തെ വളരെ ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളാനും ദീനിന്റെ മേഖലയിൽ എങ്ങനെയെല്ലാം നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം ആത്മാർത്ഥമായ രൂപത്തിൽ സമയം ചെലവഴിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് എന്നർത്ഥം. ഇന്ന് ഇപ്പൊ പല രൂപത്തിലും ഇതേ രൂപത്തിൽ അഥവാ ഇതേ ഷഹാദത്തിനെ കൂട്ടുപിടിച്ച് പല രൂപത്തിലുള്ള ചർച്ചകൾ ഇപ്പൊ ഇന്നും ഇന്നലെയുമായി പല ചർച്ചകളും ഈ ഷഹാദത്തിന്റെ പേരിൽ പല ചർച്ചയും നടക്കുകയാണ്. മുസ്ലിം ഉമ്മത്ത് മുഴുവനും വലിയ ഒരു അജണ്ടയിലേക്ക്, അഥവാ സത്യത്തിന്റെ കൂടെ നിൽക്കേണ്ട, നീതിയുടെ കൂടെ നിൽക്കേണ്ട, തൗഹീദിന്റെ കൂടെ നിൽക്കേണ്ടുന്ന, നന്മയുടെ കൂടെ നിൽക്കേണ്ടുന്ന ആളുകൾ ബഹുദൈവ വിശ്വാസത്തിന് അതുപോലെ തന്നെ അനാചാരത്തിന് കൊടിപിടിക്കുന്ന ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. ഇപ്പോ ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമൈനി മരണപ്പെട്ടു. അതിന് പല രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു ദിവ്യ പുരുഷനായി അല്ലെങ്കിൽ ഒരു ഉന്നതമായ അളമുശുഹദാ, റസൂൽ പറഞ്ഞ ഉന്നതമായ ശുഹദാക്കളിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ. ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടി രാഷ്ട്രം അവരാരടിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നീതി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും. അത് ശരി തന്നെയാണ്. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലാ നെറികേടിനും കൂട്ടുനിന്ന ഷിയാക്കളുടെ തലവൻ മരിക്കുമ്പോ നമ്മുടെ ഉമ്മത്തിലുള്ള ആളുകൾ അതിനെ ദിവ്യപുരുഷനായി, ആവേശപുരുഷനായി, പുണ്യപുരുഷനായി ഏറ്റെടുക്കുക. എല്ലാ നിലക്കും മുസ്ലിം ഉമ്മത്തിൽ കുതന്ത്രമുണ്ടാക്കിയ അത്തരം ആളുകളെ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്താൻ പ്രവാചകന്റെ കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അലി ഫാൻസ്, അലി റളിയല്ലാഹുവിന്റെ ഫാൻസ് എന്ന് പറഞ്ഞൊരു സംഘം അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അവർ വേണ്ട സ്വാധീനം അവർക്കില്ലായിരുന്നു. റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും അവരുടെ എന്ത് ചെയ്തിട്ടില്ല, അവരുടെ ഈ ഫിത്നയൊന്നും മുസ്ലിം സമൂഹത്തിൽ നടന്നിട്ടില്ല. പക്ഷേ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പേർഷ്യ കീഴടക്കിയ സന്ദർഭത്തിൽ പല ആളുകൾക്കും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പകയുണ്ടായിരുന്നു. ആ പകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യന്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാനുണ്ടായ കാരണം പേർഷ്യ ഉമർ റളിയല്ലാഹു അൻഹു കീഴടക്കി എന്ന പക ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകിയായ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി, അദ്ദേഹം ഇറാനുകാരനാണ്. ഇറാൻ ഉമർ റളിയല്ലാഹു അൻഹു കീഴടക്കിയ പക മനസ്സിൽ വെച്ച് മദീനത്ത് വന്ന് ഒളിച്ചു താമസിക്കുകയാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മുനാഫിക്കായി അഭിനയിച്ച് മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് അവസാനം ഒരു സുബഹിന്റെ സന്ദർഭത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിലേക്ക് തന്റെ ആയുധം കുത്തിയിറക്കി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്നു. അവിടെ നിന്നിങ്ങോട്ട് ഈ ഷിയാക്കളുടെ ഈ രൂപത്തിൽ
ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ പല രൂപത്തിൽ നമ്മൾ വായിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അങ്ങേയറ്റത്തെ ഫിത്ന അവർ മുഖേന മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിന. അങ്ങേയറ്റത്തെ ഫിത്നകൾ അവരുണ്ടാക്കി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ആ ജൂതന്റെ ഖബർ എന്നുള്ളത് ഇറാനിലാണ്. ബാബാ ഷുജാഉദ്ദീൻ എന്ന പേരിൽ ഇന്ന് ഖബർ ഇറാനിൽ ഒരു പ്രത്യേക ഖബറൊക്കെ പ്രത്യേക ജാറ രൂപത്തിൽ കെട്ടിയുണ്ടാക്കി ഇന്ന് ഇറാനിലെ ഷിയാക്കൾ മരണപ്പെട്ട ആയത്തുള്ള ഹുമൈനി അടക്കം സിയാറത്ത് ചെയ്യുന്ന ഖബർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യന്റെ ഖബർ ആരാധിക്കുന്ന, അതിനെ വന്ദിക്കുന്ന നാട്ടിലാണ് ഇപ്പൊ യുദ്ധം നടക്കുന്നത്. എന്നിട്ട് അതിനെ അഹ്ലുസുന്നയുമായി ചേർത്ത് വെക്കുകയാണ്, പുണ്യപുരുഷനെ ഉയർത്താൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് പറയുന്ന ജൂതൻ, അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു ജൂത സ്ത്രീയാണ്, ബാപ്പ ഒരു യമനിയാണ്, എന്നിട്ട് മുസ്ലിമായി അഭിനയിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ആളുകളാണ് എന്ന് പരിചയപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനിടയിൽ അനേകം ഫിത്നകൾ അവർ ഇളക്കി വിടുകയാണ്. അവസാനം അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിലേക്ക് അടക്കം എത്തിക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം മദീനയുടെ മണ്ണിൽ അവർക്ക് വേണ്ട സ്വാധീനമില്ലാതായപ്പോഴാണ് ഈ പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു സബഅ നേരെ കൂഫയിലേക്ക് കടന്നു എന്ന് അവിടെ ഈ രൂപത്തിൽ പ്രശ്നങ്ങൾ ഇളക്കി വിട്ട് കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകുന്നത്. അവിടെ മുതൽ മുസ്ലിം ഉമ്മത്തിൽ അങ്ങേയറ്റത്ത ഫിത്നക്ക് തിരികൊളുത്തിയ ആളുകളാണ് ഷിയാക്കൾ, ജൂതന്മാരുടെ സൃഷ്ടിയായ ഷിയാക്കൾ. അന്ന് മുതൽ രക്തരൂക്ഷിതമായ പല യുദ്ധങ്ങൾക്കും ഷിയാക്കൾ നേതൃത്വം നൽകി. കർബലയിലടക്കം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിലടക്കം, അതുപോലെ തന്നെ അമവിയാക്കളിൽ ശേഷം അബ്ബാസിയാക്കളിലെല്ലാം മുസ്ലിം സാമ്രാജ്യത്തിനിടയിൽ അങ്ങേയറ്റത്തെ ഫിത്നകൾക്ക് അവർ തിരികൊളുത്തി. ഹിജറ 317 അഥവാ മുസ്ലിമീങ്ങളിൽ, ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും സംഘടനാ ഭേദമന്യേ, നാടിന്റെ ഭേദമന്യേ, ഭാഷാ ഭേദമന്യേ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന മസ്ജിദുൽ ഹറം, കഅബാലയത്തിലെ ഹജറുൽ അസ്വദ് ഹിജറ 313 ഇന്നത്തെ സൗദി അറേബ്യയുടെ ബഹ്റൈൻ, അതുപോലെ തന്നെ ഖത്തീഫ് അടങ്ങുന്ന ഭാഗം, അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക കറാമത്തികൾ എന്ന് പറയുന്ന ഷിയാ വിഭാഗം, അതിന്റെ നേതാവായിരുന്ന അബൂ താഹിർ അൽ ജനാബി എന്ന് പറയുന്ന മനുഷ്യൻ ഷിയാക്കളുടെ നേതാവാണ് ആ കാലഘട്ടത്തിൽ. അയാൾ 10,000 വരുന്ന സൈന്യവുമായി ഒരു ഹജ്ജിന്റെ സന്ദർഭത്തിൽ മസ്ജിദുൽ ഹറമിലേക്ക് കടന്നു ചെന്ന് 10,000 ഹാജിമാരെ മത്താഫിലിട്ട് കഴുത്തറുത്തു കൊന്നു ഷിയാക്കൾ. മുസ്ലിം ഉമ്മത്ത് മുഴുവനും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഹജറുൽ അസ്വദ് കഅബയിൽ നിന്ന് ഇളക്കി മാറ്റി കൊള്ളയടിച്ച് ഇന്നത്തെ ഖത്തീഫിലേക്ക് കൊണ്ടുപോയി. ഖത്തീഫിനടുത്ത് അടുത്ത് അൽ ഹസ്വ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രദേശത്ത് കൊണ്ടുപോയി അവരവിടെ കൃത്രിമമായി ഒരു കഅബ ഉണ്ടാക്കി ഹജറുൽ അസ്വദ് അവിടെ പ്രതിഷ്ഠിച്ചു. മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ കടാര കുത്തിയിറക്കി, അങ്ങേയറ്റം നോവിച്ചു. ഹാജിമാരെ മുഴുവനും കൊന്നുകളഞ്ഞു. 22 വർഷം ഹജറുൽ അസ്വദ് മസ്ജിദുൽ ഹറമിൽ നിന്ന് കൊള്ളയടിച്ച് അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ്. പിൽക്കാലഘട്ടത്തിൽ പിന്നീട് അബ്ബാസിയാക്കളുടെ അവസാന കാലഘട്ടത്തിൽ പൈസ കൊടുത്തിട്ടാണ് അത് പിന്നീട് അന്നത്തെ മുസ്ലിം ഭരണാധികൾ തിരിച്ചു പിടിക്കുന്നത്. പക്ഷെ തിരിച്ചു കിട്ടിയത് ഒരു 5-6 കഷ്ണങ്ങൾ മാത്രമാണ്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഹജറുൽ അസ്വദിനെ കുറിച്ച് പഠിപ്പിച്ചത് ഒരു തലയോളം വലുപ്പമുണ്ടായിരുന്നതാണ്, ഒരു മനുഷ്യന്റെ തലയോളം വലുപ്പം ആ കല്ലുണ്ടായിരുന്നതാണ്. അത് കുത്തിപ്പൊടിച്ച് ഇടിച്ചു കളഞ്ഞു. ഈ രൂപത്തിൽ ഇങ്ങോട്ട് പ്രയാസത്തിന്റെ അങ്ങേയറ്റത്തെ പ്രതിസന്ധി മുസ്ലിം ഉമ്മത്തിന് നൽകിയ ആളുകളാണ് ഷിയാക്കൾ. നമ്മളിന്ന് പലപ്പോഴും ഇസ്രായേലികൾ പലസ്തീനിന്റെ മക്കളെ കൊന്നൊടുക്കിയ എണ്ണം നമ്മൾ വായിക്കാറുണ്ട്. പലസ്തീനിൽ ഇസ്രായേലികൾ കൊന്നൊടുക്കിയ അവിടെയുള്ള മനുഷ്യരുടെ 10 മടങ്ങ് ഇറാനിലെ സുന്നികളെ 1979 ഇന്ന് മരണപ്പെട്ട ഇതേ ഹുമൈനി നേതൃത്വം നൽകി അവിടെ വിപ്ലവം നടത്തി 15 ലക്ഷത്തോളം മുസ്ലിമീങ്ങളെ 6 മാസത്തിനുള്ളിൽ, അഥവാ സുന്നികളെ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സുന്നികളെ ബഷാറുൽ അസദിന്റെ നേതൃത്വത്തിൽ 15 ലക്ഷത്തോളം സുന്നികളെ കഴുത്തറുത്ത് ഈ മനുഷ്യൻ കൊന്നൂന്നാണ്. ഈ മനുഷ്യനെ നിന്ന് താരപരിവേഷം നൽകി അദ്ദേഹം വലിയ ശുഹദാക്കളിൽപ്പെട്ടയാളാണ് എന്ന് വിശദീകരിക്കുന്നത്. മുവത്ത എന്ന് പറയുന്ന ഒരു വിവാഹ സമ്പ്രദായം ഇതേ രൂപത്തിൽ ഷിയാക്കൾക്കിടയിലുണ്ട്. നമ്മൾ സാധാരണ വിവാഹം കഴിക്കുന്ന പോലെയല്ല. ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അപ്പം എന്താണോ അയാളുടെ കയ്യിലുള്ളത് അത് മഹറായി ആ സ്ത്രീക്ക് നൽകി സമയപരിധി വെച്ചുള്ള കല്യാണം. അല്ല, ഒരു മാസം കല്യാണം, അവരുടെ കാര്യം, അഥവാ അവരുടെ ഭാഷയിലൊക്കെ പറഞ്ഞ ഹലാലായ വ്യഭിചാരം എന്ന് പറയാം, ലൈസൻസ് ഉള്ള വ്യഭിചാരം. ഇത് ഷിയാക്കൾക്കിടയിൽ ഇന്നുള്ളതാണ്. അപ്പൊ ഈ മരണപ്പെട്ട ഈ മനുഷ്യൻ ഈ പ്രസിഡന്റായി താരപരിവേഷം നൽകുന്ന, കറുത്ത ജുബ്ബയും അണിഞ്ഞ് ഒരു കൈ കൊണ്ട് മാത്രം ഹസ്തദാനം നൽകുന്ന എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ മനുഷ്യൻ
ഒരു ചെറിയ പിഞ്ചു കുട്ടിയെ, 8 വയസ്സുള്ള ഒരു പിഞ്ചു കുട്ടിയെ ഒരു രാത്രി മുഴുവനും കൊണ്ടുപോയി പീഡിപ്പിച്ച കഥ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന സന്തത സഹചാരിയായിരുന്ന, പിന്നീട് ഷിയായിസം ഉപേക്ഷിച്ച് അഹ്ലുസുന്നയിലേക്ക് വന്ന മഹാനായ ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇത്രയേറെ മ്ലേച്ഛമായ ഒരു മനുഷ്യനെ ഇന്ന് താരപരിവേഷം നൽകി സ്വീകരിക്കുകയാണ്. മാത്രമല്ല 1989 അദ്ദേഹം ദസ്തൂർ എന്ന് പറയുന്ന ഒരു പത്രത്തിന് അദ്ദേഹം അഭിമുഖം നൽകുന്നുണ്ട്. ആ അഭിമുഖത്തിൽ ഈ പറയുന്ന മനുഷ്യൻ, ഇന്ന് മരണപ്പെട്ട താരപരിവേഷം നൽകുന്ന ആ മനുഷ്യൻ നൽകിയ അഭിമുഖം കാണാം. ഹാദിഹി വസിയത്തി, അതായത് അദ്ദേഹത്തിന്റെ വസിയത്തായി, അദ്ദേഹത്തിന്റെ ആഗ്രഹമായി പറയാൻ, ഇൻതമാ തൻതഹിനു മഅൽ ഇറാഖ്, അഥവാ ആ കാലഘട്ടത്തിൽ ഇറാഖ് യുദ്ധം നടക്കുന്ന സമയം, ഇറാഖിനോടുള്ള യുദ്ധം കഴിഞ്ഞാൽ അലൈന അൻ നബ്ദ, നമ്മൾ ആരംഭിക്കും, നമ്മൾ അടുത്തൊരു യുദ്ധം ആരംഭിക്കും, ഹറബൻ ഉഖ്റ, മറ്റൊരു യുദ്ധം നമ്മൾ ആരംഭിക്കും. ആ യുദ്ധം ആരോടായിരിക്കും? അതാ വിശദീകരിക്കുന്നത്. ആ യുദ്ധം ഇസ്രായേലികളോടല്ല, അല്ലെങ്കിൽ അമേരിക്കയോടല്ല. അന്ന് അവർ പ്രഖ്യാപിച്ച ആ യുദ്ധം അതിലൊന്ന് അല്ല, ഒമാനാണ്, റിയാദിനോടാണ്, ഡമസ്കസിനോടാണ്, അതുപോലെ തന്നെ കഹ്റ, കുവൈറ്റ്, ഈജിപ്റ്റ് തുടങ്ങിയ നാടുകളോടെല്ലാം യുദ്ധം പ്രഖ്യാപിച്ച് അവിടെയുള്ള ആളുകളെ കൂട്ടക്കുരുതി നടത്തി തങ്ങളുടെ പതാക അവിടെ പാർപ്പിക്കും എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇന്ന് നമ്മുടെ ഉമ്മത്ത് ബോധമില്ലാതെ, ബുദ്ധിയില്ലാതെ അങ്ങേയറ്റം നീചന്മാരായി ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണാൻ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും അതിനൊരു നിലക്കും കുടപിടിക്കുന്ന, അതുപോലെ തന്നെ അതിന് വളം വെക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. യുദ്ധം എല്ലാ നിലക്കും വിനാശകരമാണ്. യുദ്ധത്തിന് അതിൽ ശക്തമായി അവിടെ ഈ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ആ നാടുകളിലുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. കേരള നേതൃത്വ മുജാഹിദിന്റെ അഭിമന്യനായ പ്രസിഡന്റ് ടി പി അബ്ദുൽ മദനി അതിന്റെ പ്രസ്താവന കൃത്യമായി ഇറക്കി. നമ്മുടെ എല്ലാ പള്ളികളിലും അവർക്ക് വേണ്ടിയുള്ള, അവിടെ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒരുപാട് പിഞ്ചുവൈതങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയം ഒന്നും അവർക്ക് അറിയില്ല. നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും ഈ രാഷ്ട്രീയം അറിയില്ല. ഈ രാഷ്ട്രീയം അറിയാതെയാണ്, കേവല രാഷ്ട്രീയ പോരാട്ടത്തെയാണ് മതത്തിന്റെ പരിവേഷം നൽകി യാ ഷഹീദ് അസ്സലാം, അല്ലാഹു അക്ബർ എന്നൊക്കെ വിളിച്ച് പരിവേഷം നൽകാൻ, പുണ്യപുരുഷനായി ഉയർത്താൻ, ഇത് കേവലം രാഷ്ട്രീയമാണ്. അഹ്ലുസുന്നത്തിന്റെ ആളുകളെ കൊന്നുകളയാനുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചുള്ള കളികളാണ്. ഫത്വകളിലടക്കം, അവരുടെ ഫത്വകളിലടക്കം കാണാം, ഒരു സുന്നിയെ എങ്ങനെ കൊല്ലണം എന്ന ഫത്വയിൽ അവരുടെ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി, എങ്ങനെയാണോ കൊല്ലാൻ പറ്റുന്നത് അങ്ങനെ കൊന്നുകൊള്ളണം, കൊന്നാൽ മാത്രം പോരാ, അവന്റെ സമ്പത്തൊക്കെ അപഹരിക്കുകയും ചെയ്യണം എന്ന ഫത്വകളടക്കം ഭീകരവാദത്തിന്, തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന ഇത്തരം ഫത്വകൾ കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ കാഫിറുകളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ശിയാക്കൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട, റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, റസൂലെ ഏറ്റവും ഇഷ്ടമാരെയാണെന്ന ചോദ്യത്തിന് തന്റെ പ്രിയതമയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി വ്യഭിചാരിണിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ശിയാക്കൾ, ആ ശിയാക്കളുടെ പ്രഖ്യാപനത്തെ, ആ ശിയാക്കളുടെ പോരാട്ടത്തിന് പ്രിയമുള്ള വിശ്വാസികളെ, സുന്നത്തിനെ പിൻപറ്റുന്നവരെ, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഐക്യദാർഢ്യവും ഉണ്ടാവരുത്. നമ്മൾ യുദ്ധത്തിനെതിരാണ്, പക്ഷേ അത് അഹ്ലുസുന്നത്തിനെ കശാപ്പ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഐക്യദാർഢ്യമായി മാറരുത് എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീൻ ഈ വിഷയത്തിൽ ഓരോ മേഖലയും സ്വീകരിച്ച നിലപാടുകളെ അതിൻ്റെതായ അർത്ഥതലങ്ങളോടുകൂടി ചേർത്ത് വെക്കാൻ, ഷഹീദ് എന്ന് പറയുന്ന മഹിതമായ പദവി റസൂലുള്ളാഹിയുടെ ജീവിതത്തിലൂടെ, സ്വഹാബത്തിന്റെ ജീവിതത്തിലൂടെ കൃത്യമായി ഇസ്ലാമിക ചരിത്രം, ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നതാണ് എന്ന ആത്മാർത്ഥമായി തിരിച്ചറിവോടുകൂടി ഈ സന്ദേശത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് ആ ഷിയായിസത്തിന്റെ പല മേഖലകളും നമ്മുടെ കേരളത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ അതിന്റെ പല രൂപങ്ങളുണ്ട്. സക്കലൈ ഫൗണ്ടേഷൻ എന്ന പേരിൽ കേരളത്തിൽ ആദ്യമായി ഷിയാക്കളുടെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ തുടങ്ങി, സക്കലൈ ഫൗണ്ടേഷൻ. പിന്നീട് അത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലെത്തി. നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള, നമ്മളൊക്കെ ആദരവോടുകൂടി കാണുന്ന മുസ്ലിം സംഘടനയുടെ, മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെ പല ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അതിന്റെ ഉദ്ഘാടനത്തിലടക്കം പങ്കെടുത്തു. ഇങ്ങനെ പല സംദർഭവും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ജീലാനി സെന്റർ എന്ന പേരിൽ ഒരു സെന്റർ ഉണ്ട്, എറണാകുളത്ത് ഏറെ സജീവാണ്. ആലുവ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും മനസ്സിലാവുള്ളൂ. ആലുവ ത്വരീഖത്ത്, നിസാമുദ്ദീൻ ഔലിയ എന്ന പേരിൽ ആലുവ ത്വരീഖത്തിനെ പരിചയപ്പെടുത്തി പച്ചയായ ഷിയായിസം നമ്മുടെ നാട്ടിലേക്ക് ഇത്തരം ത്വരീഖത്തിന്റെ ആളുകൾ ഇളക്കി വിടുകയാണ്. സകല സ്വഹാബത്തിനെയും, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ആ കുടുംബത്തെ ഇങ്ങോട്ട് മാറ്റി നിർത്തി മറ്റ് സകല സ്വഹാബിമാരെയും അങ്ങേയറ്റത്തും തെറി പറയുന്ന ഷിയാക്കളുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട
പല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇറാനിന്റെ ഫണ്ടിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന കൊലപാതകിയടക്കം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇവരുടെ ഈ ആശയ വൈകൃതത്തെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി തിരിച്ചറിയുകയും ഈ വിശ്വാസ ജീർണതയെ പൂർണ്ണമായ രൂപത്തിൽ മാറ്റി നിർത്തുകയും അഹ്ലുസുന്നത്തിന്റെ ആദർശത്തെ ചേർത്ത് പിടിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ശ്രേഷ്ഠരായ ഉന്നതരായ അടിമകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൂടിയിരുത്തം അല്ലാഹു നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവാസികൾ അടങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലാഹു അവർക്ക് പൂർണ്ണ സമാധാനം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അവർക്ക് സംരക്ഷണം പ്രദാനം ചെയ്യട്ടെ. മുസ്ലിം ഉമ്മത്തിനെതിരെ ശത്രുക്കൾ മെനയുന്ന ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഈ ഉമ്മത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ കുതന്ത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്തു കളയുമാറാകട്ടെ. പലസ്തീനിന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവർക്ക് പൂർണ്ണ സമാധാനം പ്രദാനം ചെയ്യട്ടെ. ആ നാടിന് റബ്ബ് വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ റമളാന്റെ ഇഫ്താറുമായി ബന്ധപ്പെട്ടെല്ലാം ചേർന്ന് നിൽക്കുന്ന ഉദാരമനസ്കരായ നമ്മുടെ പ്രിയപ്പെട്ടവർ, അല്ലാഹു അവരുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجر والدينا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.